വെൽക്കം ബാക്ക് ടു MT Tech. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഊട്ടിയിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ 500 രൂപയ്ക്ക് നമുക്ക് എങ്ങനെ ഊട്ടിയിൽ പോകുമ്പോൾ താമസിക്കാം. റൂം എടുക്കാ എങ്ങനെ നമ്മള് 8 ആളുണ്ട്. അപ്പൊ എങ്ങനെയാ റൂം എങ്ങനെയുണ്ട്? 3 BHK ഇന്നത്തെ ദിവസത്തെ ചാർജസ് 4700 വിത്തൗട്ട് GST വിത്ത് GST. ഓക്കെ റൂം പാക്കാൻ വേണ്ടി. ശരിക്കും പുറമേ നോക്കുമ്പോൾ ഈ ക്വാർട്ടേഴ്സിന് ഇത്രയും ഉള്ളിൽ നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്ക് മനസ്സിലാവില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ലിവിങ് സ്പേസ് ഉണ്ട്, നല്ല സോഫയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുള്ളത് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു എമൗണ്ടിന്. റൂമെല്ലാം വളരെ നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ്, നല്ല കബോർഡ്സും കാര്യങ്ങളും ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള റൂംസ് തന്നെയാണ്. പിന്നെ നമുക്ക് തണുപ്പത്ത് മെയിൻ ആയിട്ട് വേണ്ടത് ഹീറ്റർ ആണല്ലോ. അപ്പോൾ വാഷ്റൂമിൽ ഹീറ്റർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നവും. പിന്നെ എല്ലാ റൂംസിലും TV സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് മലയാളം ചാനലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, എല്ലാം കണ്ട് സെറ്റ് ആവാം. നല്ലൊരു സ്പേസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ബെഡും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ഏരിയ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനോ പല പ്ലേറ്റ്സ് ഒക്കെ എടുക്കാനോ എല്ലാം പറ്റും. നല്ലൊരു സ്പേസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഫ്രീ ആയിട്ട് വൈഫൈയും ഉണ്ട്. ഊട്ടിയിൽ വന്ന് റൂമൊക്കെ എടുത്തതല്ലേ, അപ്പൊ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു ബെഞ്ച് മാർക്ക് എന്നൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഒരു വലിയ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഒരു 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അവരുണ്ടാക്കുന്ന ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് ഞാൻ കാണുന്നത്. അത് നമ്മളെല്ലാം കണ്ടു. നല്ല ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഡിഫറെന്റ് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനും പറ്റും. കുറേ ഓയിൽസ് ഉണ്ട്, യൂക്കാലിപ്സ്, ഒലിവർ, അങ്ങനെ കുറേ ഓയിൽസ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. തേയിലയൊക്കെ മേടിക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഇത് കോണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. നല്ല ഒരു കൽക്കരി ട്രെയിനാണ്, ടോയ് ട്രെയിൻ. ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ IRCTCയുടെ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടൂല. ഊട്ടിയിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ് ഈ ടോയ് ട്രെയിന്. അപ്പോൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നേരെ പോകുന്നത് ലൗഡേയിലേക്കാണ്. അപ്പോൾ ലൗഡേയിൽ ഇറങ്ങിയിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ട്രെയിൻ സ്ലോലിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഒരു ഡിഫറെൻറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ആണ്. നോർമൽ ട്രെയിൻ എക്സ്പീരിയൻസ് അല്ല, ഒരു ഡിഫറെൻറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ട്രാക്കിൽ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് കാണുന്നത്. കാരണം ഇതൊരു ടോയ് ട്രെയിൻ പോകുന്ന ഏരിയ ആയതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നമ്മളെന്തായാലും വന്നതല്ലേ, പിന്നെ അവിടെ കുറച്ച് ചില്ലൗട്ട് ചെയ്ത് കുറച്ച് അലമ്പൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം. ഇഷ്ടംപോലെ പൈൻസ് ഉണ്ട്, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നിർത്തിയിട്ട് നമുക്ക് റീൽസും എടുക്കാം. അവിടെ തന്നെ ഒരു ക്യാമ്പ് ഫയർ പോലെ അവർ കുറേ തടിയെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തണുപ്പൊക്കെ മാറ്റാൻ വേണ്ടി ചൂടൊക്കെ കൊണ്ട് ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക്.